ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഇളനീർ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഇളനീരിൻ്റെ പൾപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ഇളനീരിൻ്റെ പൾപ്പാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഈ ഒരു ബൗളിലും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൾപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിലൊക്കെ ഉള്ള പൾപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാതെ ഒരുപാട് അങ്ങോട്ട് മൂത്തിട്ട് തേങ്ങ പോലെ ആയ പൾപ്പല്ല നമുക്ക് വേണ്ടത്. ഈ ഒരു രീതിയിലുള്ള പൾപ്പാണ് വേണ്ടത്. പിന്നെ തീരെ ഈ ഒരു രീതിയിലല്ലാതെ ഒരുപാട് അങ്ങോട്ട് കട്ടി കുറഞ്ഞ രീതിയിലുള്ളതുണ്ടല്ലോ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആ ഒരു രീതിയിലുള്ള പൾപ്പും അല്ല വേണ്ടത്. ഇങ്ങനെയുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മളിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പൾപ്പ് ഉണ്ടല്ലോ, ഒരു ബൗളിലുള്ള പൾപ്പ് നമുക്ക് ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണ്ട. ഒരു ബൗളിലുള്ളത് നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പം നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ഇളനീർ അതേ ബൗളിലേക്ക് തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേ ജാറിലേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ച ഇളനീരുണ്ടല്ലോ, വേറൊരു ബൗളിൽ നമ്മൾ എടുത്ത് വെച്ച ഇളനീർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 250 ml കപ്പിൽ 1/4 കപ്പ് അളവിൽ നമ്മൾ ഇളനീരിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പം നമ്മൾ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാം. കണ്ടല്ലോ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നേരത്തെ നമ്മൾ ക്രഷ് ചെയ്തിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ നല്ല ക്രീമി ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് എടുക്കേണ്ടത് കേട്ടോ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇപ്പം നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബൗളിലേക്ക് 250 ml കപ്പിൽ 1.5 കപ്പ് അളവിൽ നല്ല ചില്ലായിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ ക്രീം നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൈമിൽ 1/2 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിൽക്ക് മെയ്ഡ് എന്നൊക്കെ പറയുമല്ലോ, അത് തന്നെയാണ്. കണ്ടൻസ്ഡ് മിൽക്ക് 1/2 കപ്പ് അളവിൽ, അതായത് 250 ml കപ്പിൽ 1/2 കപ്പ് അളവിൽ 125 ml കപ്പാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വിപ്പിംഗ് ക്രീം മെഷർ ചെയ്ത കപ്പ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതാണ് വൈറ്റ് കളറിൽ കാണുന്നത്. ഇനി നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരുപാട് നേരം ഒന്നും വെച്ച് ചെയ്യണ്ട. ഈ ഒരു രീതിയിൽ തന്നെ റെഡിയാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ബീറ്റർ അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇളനീർ, ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ച ഇളനീർ കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഇളനീറും നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കിയ ഇളനീറും
ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ മിക്സ് ആവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ വശത്തും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ഇളനീർ വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിൽ വാനില എസൻസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമാണ്. അപ്പോൾ ഇളനീരിൻ്റെ ടേസ്റ്റ് തന്നെയാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ വാനില ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 3 ചേരുവ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ കണ്ടല്ലോ നിങ്ങൾ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ ഐസ്ക്രീം സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള ഒരു പുഡിംഗ് ട്രേ ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. പുഡിംഗ് ട്രേ തന്നെ വേണമെന്ന് ഒട്ടും നിർബന്ധമില്ല. നിങ്ങളെ വീട്ടിലുള്ള ഏത് പാത്രത്തിലും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മൾ ഐസ്ക്രീം മിക്സ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിങ്ങനെ ഒരു ക്ലിംഗ് റാപ്പ് എടുത്തിട്ടുണ്ട്. ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എയർ ടൈറ്റുള്ള നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ എയർ ടൈറ്റ് കണ്ടെയ്നറൊക്കെ ഉണ്ടാവും, അത് വെച്ചിട്ട് അല്ലെങ്കിൽ എയർ ടൈറ്റുള്ള നമ്മൾ വെജിറ്റബിൾസും അല്ലാതെ സ്റ്റോർ ചെയ്യുന്ന പാത്രം അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അടച്ചു വെക്കുക നന്നായിട്ട്. അല്ലെങ്കിൽ ഇതിൽ ഐസ് വരും കേട്ടോ, ഐസ് ഫോം ചെയ്യും ഇതിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം, അത് നിർബന്ധമാണ്. ഇപ്പോൾ ക്ലിംഗ് റാപ്പ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് വെച്ചിട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടൊന്ന് അടച്ച് വെച്ചാൽ മതിയാവും. ഇപ്പം നമ്മൾ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ക്ലിംഗ് റാപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടൊന്ന് അടച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ മിനിമം ഒരു 8 മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെക്കണം, ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കണം. ഒരു 8 മണിക്കൂർ വെക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു ഓവർനൈറ്റ് വെക്കുക. അതിന് ശേഷമാണ് നമ്മൾ എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് വെക്കുന്നത്. അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ നമ്മൾ ഐസ്ക്രീം നമ്മൾ ഓവർനൈറ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഐസ്ക്രീമൊക്കെ നമുക്ക് എങ്ങനെയാണോ കിട്ടുന്നത് ആ ഒരു രീതിയിൽ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഐസ്ക്രീം ഒന്ന് ഒരു സ്കൂപ്പർ കൊണ്ട് സ്കൂപ്പ് ചെയ്തെടുക്കുക. സ്കൂപ്പർ കൊണ്ട് എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തവിയൊക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. സ്പൂണ് വെച്ചിട്ടാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെയുള്ള തവി വെച്ചിട്ടും സ്കൂപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടല്ലോ, ഈ ഒരു രീതിയിലും നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ അടിപൊളി ഇളനീരിൻ്റെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് കറക്റ്റായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് സ്കൂപ്പർ ഇല്ലെങ്കിൽ തവിയോ സ്പൂണോ ഒക്കെ വെച്ചൊന്ന് സ്കൂപ്പ് ചെയ്തെടുത്താൽ മതി. ഐസ്ക്രീം ആകുമ്പോൾ ഒരുപാട് നേരം നമ്മൾ വീഡിയോക്കൊക്കെ വേണ്ടി വെക്കുമ്പോൾ ഇത്തിരിയൊക്കെ മെൽറ്റായി വരുന്നുണ്ട്. നമ്മൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ വരും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന നല്ലൊരു ഐസ്ക്രീം തന്നെയാണ്. ഐസ്ക്രീമിൻ്റെ ഒരു കാര്യം വരികയാണെങ്കിൽ ടെൻഡർ കോക്കനട്ടിന് നല്ല ഡിമാൻഡുള്ള ഐസ്ക്രീമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ തന്നെയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ നമ്മൾ വാനിലയൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. വാനില ആഡ് ചെയ്ത് കൊടുത്താൽ ഇളനീരിൻ്റെ ഫ്ലേവറല്ല മുന്നിട്ട് നിൽക്കുക, വാനിലേൻ്റെയാണ്. അതുകൊണ്ടാണ് അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു 3 ചേരുവ വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. അടിപൊളി ഐസ്ക്രീം തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ നിങ്ങളെ ഐസ്ക്രീം ഒന്ന് ഈ ഒരു രീതിയിൽ എടുത്ത് കാണിക്കാം. കണ്ടല്ലോ,
എത്രമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഹാർഡായിട്ടൊന്നുമല്ല വന്നിട്ടുള്ളത്, ഒരുപാട് ലൂസായിട്ടല്ല വന്നിട്ടുള്ളത്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇളനീരൊക്കെ നമുക്ക് ഇതിനിടയിലായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ കഴിക്കാനും കൂടുതൽ ടേസ്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളെ മുൻപത്തെ റെസിപ്പീസൊക്കെ കണ്ട് അതിൻ്റെ കൂടി ഒന്ന് കമൻസ് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക് യു.